കാസർഗോഡ് തീരദേശ മേഖലയിൽ കടലേറ്റം രൂക്ഷമാണ്. ശക്തമായ കാറ്റും വീശുന്നു. കനത്ത കാറ്റും ഇടവിട്ടുള്ള മഴയും അത്രത്തോളം വലിയ പ്രതിസന്ധികളും. അതിനിടയിലാണ് കാവുകോളി കടപ്പുറത്തുകാർക്ക് എല്ലാ മഴക്കാലത്തും ഇങ്ങനെ വലിയ കടക്ഷോഭത്തെ നേരിടേണ്ടി വരുന്നത്. നമുക്ക് കാണാം, ഓരോ വർഷവും തീരദേശ റോഡിനെ കടൽ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലൊക്കെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത മേഖലയിൽ നിന്ന് 800 മീറ്ററും അല്ലെങ്കിൽ 1 കിലോമീറ്റർ വ്യത്യാസത്തിലേക്കൊക്കെ തന്നെ റോഡ് പരിപൂർണമായി തകരുന്ന കാഴ്ചയാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു വലിയ മത്സ്യത്തൊഴിലാളി ഗ്രാമം ഇവിടെ പരിപൂർണമായി ഒറ്റപ്പെട്ടിരിക്കുകയാണ്. വലിയ വാഹനങ്ങൾക്കൊന്നും തന്നെ കടന്നു വരാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ആളുകൾക്ക് പെട്ടെന്ന് ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടാവുകയാണെങ്കിൽ പോലും സമീപത്തുള്ള ആശുപത്രികളിലേക്ക് എത്തണമെങ്കിൽ വാഹനം എത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. എന്നിരുന്നാലും ഇത്രത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടും നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വ്യാപകമായ പരാതികൾ ഉയർന്നിട്ട് പോലും അധികൃതരുടെ ഭാഗത്ത് നിന്ന് നിസ്സംഗമായ നിലപാട് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. മുൻ വർഷങ്ങളിലൊക്കെ തന്നെ കേവലം ഇവിടെ ഒന്ന് വന്ന് സന്ദർശിച്ച് ഒരു നാടകം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ മാത്രമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാവാറുള്ളത്. ഇത്തവണ അതുപോലും ഉണ്ടായിട്ടില്ല എന്നുള്ള വിരോധാഭാസമാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വീടുകൾ മാത്രമല്ല, അതുപോലെ തന്നെ സാംസ്കാരിക കേന്ദ്രങ്ങളും ആരാധനാലയങ്ങളും, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് എനിക്ക് തൊട്ടരികിലായി കാണുന്നത് ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. CPCRI കാർഷിക ഗവേഷണവുമായി ബന്ധപ്പെട്ട ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. ഇതിൻ്റെ 2ാമത്തെ ഗേറ്റിലേക്കുള്ള റോഡ് ഇപ്പോൾ പരിപൂർണമായി തകർന്നിരിക്കുകയാണ്. എന്നിട്ട് പോലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന്, സർക്കാരിൻ്റെ പ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നത് തീർത്തും ലജ്ജാകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത്. ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.